എല്ലാവർക്കും CBSE ക്ലാസ് 10 ഫിസിക്സിലെ ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ്സിലേക്ക് വെൽക്കം. എല്ലാ 10th CBSE സ്റ്റുഡൻസിനെയും ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഹ്യൂമൻ ഐ ഫിസിക്സിലെ. നമുക്കപ്പോൾ ചാപ്റ്ററിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ ഐയെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും കണ്ണുകളുണ്ടല്ലേ? മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനും മനോഹരമായിട്ടുള്ള മൊമെൻറ്റ്സിനെ ക്യാപ്ചർ ചെയ്തെടുക്കാനും നമ്മളെ ഹ്യൂമൻ ഐ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ കണ്ണെന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ പോലെയാണ്. ലൈക്ക് എ ക്യാമറ. നമ്മൾ ക്യാമറയിൽ എന്ത് ഇമേജ് ക്യാപ്ചർ ചെയ്യുമല്ലേ, അതേപോലെ തന്നെ നമ്മളെ കണ്ണുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജിനെ അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളെ ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഹ്യൂമൻ ഐ എന്ന് പറഞ്ഞ ഒരു ക്യാമറ പോലെയാണ്. അപ്പം എല്ലാ ക്യാമറയ്ക്കും ഒരു ലെൻസ് കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഹ്യൂമൻ ഐയുടെ കേസിലും ഒരു ലെൻസ് ഉണ്ട്. ലെൻസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ലെൻസ് ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഒരു സ്ക്രീനിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനിൽ. ആ സ്ക്രീനിൽ നമ്മളെ കണ്ണിൽ തന്നെ ഉള്ള ഒരു പാർട്ടാണ്. ആ സ്ക്രീനിനെ വിളിക്കുന്ന പേരാണ് റെറ്റിന. ഇമേജ് ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഇൻ റെറ്റിന. ഇമേജ് ഫോർമേഷൻ റെറ്റിനയിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്? ദൂരെയുള്ള ഒരു മാങ്ങ ഒരു മരത്തിൽ നിൽക്കുകയാണ്, ഒരു ചക്ക അല്ലെങ്കിൽ ഒരു മരത്തിൽ നിൽക്കുകയാണ്. ഈ ഒബ്ജക്ട്സിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ആ ഒബ്ജക്ട്സിലുള്ള ലൈറ്റ് റേസ് നമ്മളെ കണ്ണിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ലൈറ്റ് നമ്മുടെ കണ്ണിൽ ഒരു തിൻ മെംബ്രെയിനിൽ കൂടെ എൻ്റർ ചെയ്യും. അതിനെ വിളിക്കുന്ന പേര്, ആ തിൻ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് കോർണിയ. ഈ ഒരു കോർണിയയാണ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബൾജ് ഫോം ചെയ്യുന്നത് നമ്മുടെ ഐബാളിൻ്റെ ഫ്രണ്ടിലായിട്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡയഗ്രാം കാണാനായിട്ട് സാധിക്കും. അത് ഹ്യൂമൻ ഐയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. റെറ്റിന, കോർണിയ, പ്യൂപ്പിൾ, ഐറിസ്, പിന്നെ എന്താണ്, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു ലെൻസ് ഉണ്ട്, ഒപ്റ്റിക് നെർവ്, സീലിയറി മസിൽസ്, പിന്നെ വിട്രിയസ് ഹ്യൂമറും ആക്വസ് ഹ്യൂമറും എന്ന് പറയുന്ന ഫ്ലൂയിഡ്സ്. അതിൻ്റെയൊക്കെ എന്താണ് മാർക്കിങ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചിരിക്കണം. ഏതൊക്കെ പാർട്ടിലാണ് വരുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കണം. ചിലപ്പോൾ എന്താണ് എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉള്ളതാണ്. ഐബാള് സ്പെറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ ഡയമീറ്റർ 2.3 സെൻറ്റിമീറ്റർ ആണ്. ലൈറ്റ് റേസിൻ്റെ റിഫ്രാക്ഷൻ നമ്മുടെ ഐസിൽ നടക്കുന്നത് കോർണിയയുടെ ഔട്ടർ സർഫസിൽ കൂടെയാണ്. പിന്നെ ലെൻസ് ഉണ്ട്. ലെൻസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കും. അതായത് വ്യത്യസ്ത ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യിപ്പിച്ച് റെറ്റിനയിൽ ഇമേജ് ഫോർമേഷൻ ടേക്ക് പ്ലേസ് ചെയ്യാനാണ് ലെൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോർണിയയ്ക്ക് പിറകിലായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് ഐറിസ് എന്ന് പറയുന്നത്. അതാണ് പ്യൂപ്പിളിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യുന്നത്. ഐറിസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമണിയാണ്. നമ്മുടെ കൃഷ്ണമണിയിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഡോട്ട് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൽ എൻ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യുന്നതാണ് പ്യൂപ്പിളിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് ചെറുതായിരിക്കും. അതേസമയം ഡിം ലൈറ്റിലാണെങ്കിൽ പ്യൂപ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ നല്ല എന്താണ് വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള റൂമിലിരിക്കുകയാണ്, ഫാനും ലൈറ്റും ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് എന്താണ് ആ റൂമിൽ നിന്നും നല്ല ഇരുട്ടുള്ള ഒരു റൂമിലോട്ട് ചെന്ന് കയറുകയാണ്. ഫസ്റ്റ് എന്താണ് നമുക്ക് അവിടെയുള്ള ഒബ്ജക്ട്സിനെ ഒന്നും നേരെ കാണാനായിട്ട് സാധിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോഴാണ് എന്താണ് വിഷൻ പോസിബിൾ ആവുന്നത്. ആദ്യം ചെന്ന് കയറുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഒബ്ജക്ട്സ് ഒക്കെ വിസിബിൾ ആവുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. മീൻസ് ലൈറ്റ് ഉള്ളപ്പോഴാണെങ്കിൽ പ്യൂപ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യത്തില്ല, ഡിക്രീസ് ആണ് ചെയ്യുക. അതായത് സൈസ് കുറവായിരിക്കും. അതേസമയം ലൈറ്റൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പ്യൂപ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യും. ഐ ലെൻസ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു റിയൽ ഇമേജ് ഒബ്ജക്റ്റിൻ്റെ റെറ്റിനയിൽ പതിപ്പിക്കും. റെറ്റിന എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രത്യേക തരം മെംബ്രെയിൻ ആണ്. അതിനകത്ത് ധാരാളം ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ഈ ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് എന്ത് ചെയ്യും, ഈ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അത് ആക്ടിവേറ്റ് ആവുകയും ഇലക്ട്രിക് സിഗ്നൽസ് അവിടെ വെച്ച് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എവിടെ സെൻഡ് ആവും? ബ്രെയിനിലോട്ട് സെൻഡ് ആവും. ഇങ്ങനെ ഒപ്റ്റിക് നെർവ്സ് വഴി, നമ്മുടെ കണ്ണിൽ ഒപ്റ്റിക് നെർവ്സ് ഉണ്ട്, അതുവഴി ഈ സിഗ്നൽസ് ബ്രെയിനിൽ ചെന്ന് എത്തും. അവിടെ വെച്ച് ബ്രെയിന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അങ്ങനെയാണ് വിഷൻ പോസിബിൾ ആവുന്നതും നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കാണാനായിട്ട് സാധിക്കുന്നതും. ഇങ്ങനെയാണ് വിഷൻ പോസിബിൾ ആവുന്നത്. ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ പതിച്ചാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഐ ലെൻസിൻ്റെ കർവേച്ചറിനെ സീലിയറി മസിൽസ് വെച്ച് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഐ ലെൻസിൻ്റെ കർവേച്ചർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കൽ ലെങ്തും ചേഞ്ച് ആവുന്നതായിരിക്കും. ഈ സീലിയറി മസിൽസ് റിലാക്സ് ആവുന്ന സമയങ്ങളിൽ ഐ ലെൻസ് തിന്നാവുകയും അതിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് എളുപ്പത്തിൽ കാണാനായിട്ട്
സാധിക്കുന്നത്, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇത് കാരണമാണ്. അപ്പം നമ്മൾ ദൂരെയുള്ള വസ്തുക്കളെ എന്തുകൊണ്ടാണ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതെന്ന് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തുള്ള വസ്തുക്കളെ എന്തുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോകാം. നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, സീലിയറി മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യും. സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐലൻസിൻ്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യും. ഐലൻസിൻ്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഐലൻസ് അവിടെ തിക്കറാവുകയും ചെയ്യും. മറ്റൊരു തിന്നായിരുന്നതിൽ ഐലൻസ് തിക്കറാവുകയും. ഇത് കാരണമാണ് നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐലൻസിൻ്റെ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് അക്കോമഡേഷൻ. അതായത് ഈ ഫോക്കൽ ലെങ്തിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, ഒരു മിനിമം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്തിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ബുക്ക്, ന്യൂസ് പേപ്പർ തുടങ്ങിയതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവച്ച് വായിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആ ബുക്കിനകത്തുള്ള അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പറിനകത്തുള്ള മാറ്റർ എന്താണെന്ന് വായിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലേ? നമുക്ക് കണ്ണിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് വായിക്കുമ്പോൾ ബ്ലറായിട്ടാണ് തോന്നുന്നത്, നല്ല ക്ലിയർ ആയിട്ടൊന്നും വായിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്കൊരു ഒബ്ജക്റ്റിനെ നമ്മുടെ കംഫർട്ടിനനുസരിച്ച്, നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് വായിക്കണമെങ്കിൽ നമ്മളെ കണ്ണിൽ നിന്നും ആ ഒരു ഒബ്ജക്റ്റ് 25 സെൻറ്റിമീറ്ററിൽ ആയിരിക്കണം. അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ദ മിനിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ മോസ്റ്റ് ഡിസ്റ്റിങ്ക്ലി വിത്തൗട്ട് സ്ട്രെയിൻ. നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന ആ ഒരു മിനിമം ഡിസ്റ്റൻസിനെയാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് നിയർ പോയിന്റ് ഓഫ് ദ ഐ. നമ്മുടെ കണ്ണിൻ്റെ നിയർ പോയിന്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ ആണ്. സാധാരണ നോർമൽ വിഷനുള്ള ഒരു യങ് അഡൾട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. നിങ്ങൾ റോട്ടിൽ കൂടെ നടന്നു വരികയാണ്. നിങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്താണ്, ദൂരെ നിന്നും ഒരു വണ്ടി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ പോയിന്റിനെയാണ് ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണിനെ ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഏത് പോയിന്റ് വരെയാണോ ആ പോയിന്റിനെയാണ് ഐയിലെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. നോർമൽ ഐയുടെ ഫാർ പോയിന്റ് അങ്ങ് ദൂരെയാണ്, ഇൻഫിനിറ്റിയിൽ ആണ്. അപ്പോൾ ഒരു നോർമൽ ഐയിൽ ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് 25 സെൻറ്റിമീറ്ററിനും ഇൻഫിനിറ്റിയിലെയും ഇടയ്ക്കാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 25 സെൻറ്റിമീറ്ററിനും ഇൻഫിനിറ്റിക്കും ഇടയിലാണ് ഒരു നോർമൽ ഐയിൽ ഒബ്ജക്ട്സിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ചില സമയങ്ങളിൽ എന്താണ്, വയസ്സായ ആൾക്കാരുടെ ലെൻസ് മിൽക്കി ആൻഡ് ക്ലൗഡി, മിൽക്കിയും പിന്നെ ക്ലൗഡി ആവാനൊക്കെ സാധ്യതയുണ്ട്. അതായത് കണ്ണിൻ്റെ ലെൻസിന് എന്താണ്, കാഴ്ചശക്തി മങ്ങുക എന്നൊക്കെ നമ്മൾ പറയും. അതെന്താണ്, ലെൻസ് ഒരുമാതിരി എന്താണ് വെള്ള കളറിൻ്റെ ക്ലൗഡി ആയിട്ടൊക്കെ ഇരിക്കും. ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് കാറ്ററാക്ട്. ഇതിനെയാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്, അതായത് തിമിരമെന്ന് നമ്മൾ പറയും. ദിസ് കാസസ് പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷൻ. ഇത് കാരണം എന്താണ്, ചിലപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ചയായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ മുഴുവൻ വിഷൻ ലോസ് തന്നെ ഉണ്ടാവും. ഇറ്റ് ഈസ് പോസിബിൾ ടു റീസ്റ്റോർ വിഷൻ ത്രൂ എ കാറ്ററാക്ട് സർജറി. കാറ്ററാക്ട് സർജറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടാനായിട്ട് അത് സഹായകരമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് എന്നൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. അതിൽ ബാക്കി ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെയാണ് പറഞ്ഞത്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ സെക്കൻഡ് പാർട്ടിലും അങ്ങോട്ടുള്ള ഭാഗങ്ങളിലുമാണ് കിടക്കുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സുകൾ ഈ ചാപ്റ്ററിൽ കണക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. സോ അത് പഠിച്ചു കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ ഈ ചാപ്റ്റർ എളുപ്പമായിരിക്കും പഠിക്കാൻ. See you on next class. Thank you.